അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് മുസ്തഫൽ മുഖ്താർ വഅലാ ആലിഹി വസ്ഹാബിഹിൽ അഖിയാർ. ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷകൾ എഴുതിയവരാണ് നമ്മളെല്ലാവരും. ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായും ആ പരീക്ഷയിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി ലഭിച്ചിട്ടും പരീക്ഷയിൽ നമ്മുടെ പ്രകടനം മോശമാണെങ്കിൽ തീർച്ചയായും നാം ആ പരീക്ഷയെ ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ജീവിതത്തിൽ എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ട, ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഓരോരുത്തർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ പരീക്ഷ പരലോകത്ത് തീർച്ചയായും വരാനുണ്ട്. ആ പരീക്ഷയിൽ ഉയർന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുവാനും ഏറ്റവും നല്ല രൂപത്തിലുള്ള വിജയം കൈവരിക്കുവാനും ആ ചോദ്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളെക്കുറിച്ച് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ മരണശേഷം ഖബറിലേക്ക് അവൻ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ആരംഭിക്കുകയാണ് ചോദ്യങ്ങൾ. അവൻ്റെ റബ്ബ് ആരാണ്, അവൻ്റെ ദീന് ഏതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മലക്കുകൾ അവനോട് ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നത് മുതൽ സ്വർഗീയമായ ആനന്ദ അനുഭൂതികൾ അവന് ലഭ്യമാവുവാൻ ആരംഭിക്കുകയാണ്. അതിനുശേഷം ആരെയാണ് അവൻ ആരാധിച്ചത് എന്നും പ്രവാചകന്മാർക്ക് ഏതു രൂപത്തിലാണ് ഉത്തരം നൽകിയതെന്നും പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്തു തൗഹീദിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഇവ കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവർക്ക് മാത്രമേ അവിടെ കൃത്യമായ ഉത്തരം നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. ഖുർആനും നമ്മളുമായുള്ള ബന്ധത്തെക്കുറിച്ച് തീർച്ചയായും അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതിനുശേഷം നമ്മുടെ അമലുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം, അത് അവിടെ കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്നതാണ്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇവയാണ് അടുത്ത ഘട്ടം. ഈ അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ 3-4 വിഷയങ്ങൾ, ഉദാഹരണമായി അവൻ്റെ യൗവനം അവൻ ഏതു രൂപത്തിലാണ് ചിലവഴിച്ചത്, അവൻ്റെ ആയുസ് അവൻ എങ്ങനെയാണ് ചിലവഴിച്ചത്, അവൻ എങ്ങനെയാണ് പണം സമ്പാദിച്ചത്, ഏതെല്ലാം മാർഗത്തിലാണ് അവൻ്റെ പണം അവൻ വിനിയോഗിച്ചത്, അവൻ നേടിയ അറിവ് ഏതു രൂപത്തിലാണ് അവൻ പ്രാവർത്തികമാക്കിയത്, ഇത്തരം വിഷയങ്ങളാണ് പിന്നീട് അവിടെ ചോദിക്കപ്പെടുന്നത്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാതെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ ഖംസിൻ, ഈ 4 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ, ഈ 5 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവൻ്റെ ഒരു കാലടി പോലും മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിലെ ഭരണാധികാരികളാണ്. ആ നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ എത്രത്തോളം നിറവേറ്റി എന്നത് ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ നമുക്കറിയാം, മറ്റൊരാളുടെ അഭിമാനം, അയാളുടെ അന്തസ്സ്, അയാളുടെ ആരോഗ്യം, ഇവയെല്ലാം അപകീർത്തിപ്പെടുത്തുന്നതിൽ നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരാളുടെ ആരോഗ്യമായാലും രക്തം ചിന്താതിരിക്കാനും അയാളുടെ അഭിമാനത്തെ അവമതിക്കാതിരിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണത്. മറ്റൊന്ന് നമ്മുടെ അനുഗ്രഹങ്ങളാണ്. അതേപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം അവൻ സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ ഒരിക്കൽ അബൂ നുഐമ് അദ്ദേഹത്തിൻ്റെ ഹില്യ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുന്ന സംഭവമുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു വ്യക്തിയോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ആ വ്യക്തി ചോദിക്കുകയാണ്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട മറുപടി, നീ ജീവിതത്തിൻ്റെ ഇനിയുള്ള ഭാഗം നന്നാക്കുക, എങ്കിൽ അള്ളാഹു കഴിഞ്ഞത് പുറത്തു തരികയും ഇനിയുള്ള ഭാഗത്ത് നിനക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ രൂപത്തിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, വിചാരണക്കുള്ള ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കി കൃത്യമായി അവിടെ വിജയം വരിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.